ആദ്യ ചുവടുവയ്പിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് അടിതെറ്റിയോ? അടി തെറ്റിയതല്ല, ഓരോരുത്തർ അടി തെറ്റിക്കുന്നതാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തില് ബി.ജെ.പി. ഒന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബി.ജെ.പിക്ക് പണ്ട് മുതലേ പേരുദോഷം കിടക്കുന്നവരാണ്. പണ്ട് വോട്ട് കച്ചവടം നടത്തിയവരാണ്. അത് കഴിഞ്ഞ് പിന്നെയും കുറെ കാലം ഒന്ന് നേരെയായി വന്നു. പിന്നെയും വോട്ട് കച്ചവടം ഭാഗികമായിട്ടൊക്കെ നടത്തി. പിന്നെ ഗ്രൂപ്പിസം, കേന്ദ്രം ബി.ജെ.പി. ഭരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവിടെ അങ്ങ് ഗ്രൂപ്പിസം. ഒന്ന് ആലോചിച്ച് നോക്ക്. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരള ഘടകത്തിനകത്ത് ഇത്രയും തരത്തിലുള്ള ഗ്രൂപ്പിസം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? എന്തിൻ്റെ പേരിലാണിത്? ഇത് ഇവർക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നത് ചിലർക്ക് പിടിക്കുന്നില്ല. ഇവിടെ വിഭാഗീയത മൂത്ത് നിൽക്കുകയാണ്. ആ മൂത്ത് നിൽക്കുന്ന വിഭാഗീയത ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു കെ സുരേന്ദ്രനെ മാറ്റിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനാകും. ശോഭാ സുരേന്ദ്രനായി കഴിഞ്ഞാലോ? ശോഭാ സുരേന്ദ്രൻ നല്ല ലീഡർ തന്നെയാണ്, പക്ഷേ വിഭാഗീയത അങ്ങേയറ്റം ഉണ്ടാകും. കാരണം ശോഭാ സുരേന്ദ്രനെ എതിർക്കുന്നവർ പിന്നെയും നിൽക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിസത്തിലേക്ക് ഒന്നും പോകാത്ത രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ ഇറക്കുന്നു. അപ്പം എന്താണ്? നേരത്തെ വിഭാഗീയത കളിച്ചവർക്കൊന്നും ഇപ്പം അങ്ങോട്ട് ആളാകാൻ പറ്റുന്നില്ല. അതാണ് ഈ കുഴപ്പം. അപ്പൊ ഇവർക്ക് നോക്കണേ, 2 തെരഞ്ഞെടുപ്പ് അടുത്ത് കയറി വന്നു നിൽക്കുകയാണ്. ആ അവസരത്തിലെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം കുറിച്ചെങ്കിൽ മാത്രമേ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തുടർച്ചയായി കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആ അവസരത്തിൽ ഇത്തരത്തിലുള്ള കോർ കമ്മിറ്റിയിലെ വിമർശനം, ഇത് എന്തിന്റെ പേരിലാണെന്നുള്ളതാണ്. അല്ല, നമ്മൾ അവിടെയും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് സാർ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റു, സംസ്ഥാന ചുമതല ഏറ്റെടുക്കുമ്പോഴും പഴയ നേതാക്കളുണ്ട്. ഇപ്പം ഈ പറഞ്ഞോണം വർഷങ്ങളായിട്ട് ബി.ജെ.പി. പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളുണ്ട്. അവരെ അവഗണിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തഴക്കവും പഴക്കവും ചെന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് മുതിർന്ന നേതാക്കൾ പിന്നിൽ നിന്നുകൊണ്ട് ചരട് വലിച്ചുകൊണ്ട് യുവ നേതാക്കളെ മുന്നിട്ടിറക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ CPM-ലും അത്തരത്തിൽ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയല്ല. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന തഴക്കവും പഴക്കവും വേണം. അത് ഒരു പക്ഷേ പുതുതായിട്ട് വന്ന രാജീവ് ചന്ദ്രശേഖരന് എത്രത്തോളം ഫലവത്താകുമെന്നുള്ള അറിയില്ല. അത് മാത്രമല്ല, മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ശരിയായ പ്രവണതയല്ലല്ലോ. അല്ല, മുതിർന്ന നേതാക്കളെ ഒഴിവാക്കാൻ പാടില്ല, അവരെ അതിനകത്ത് സജീവമായിട്ട് നിർത്തണം. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനവിടെ സഹകരിക്കുകയാണ് വേണ്ടത്. തെറ്റ് ഏറ്റു പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ ഏകപക്ഷീയമായി എടുക്കേണ്ടുന്ന ഒന്നല്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഏകപക്ഷീയമായി പല തീരുമാനങ്ങളും എടുത്തത്. സ്വന്തമായിട്ട് BJP-യുടെ സംസ്ഥാന തലം കയ്യിൽ പിടിയിൽ ഒതുക്കാം എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരിക്കാം ഇപ്പം പ്രവർത്തകർ പൂട്ടിലാക്കി വെച്ചേക്കുന്നത്. കാരണം അങ്ങനെ പറ്റില്ല, ഒരാളുടെ മാത്രമായിട്ട് രാഷ്ട്രീയ പാർട്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട അധികാരമുണ്ട്, അത് എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം സന്നദ്ധനാവണം. ഈ രാഷ്ട്രീയത്തിൽ അല്പം ഒരുപക്ഷെ പരിചയക്കുറവുണ്ടാകാം. കാരണം മറ്റ് രാഷ്ട്രീയക്കാരെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും രാജീവ് ചന്ദ്രശേഖരനില്ല. രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, കേന്ദ്ര സഹമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകാൻ ചിലരൊക്കെ കൂടെ കാണും. അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കളെയും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് അത്തരത്തിലുള്ള കമ്മിറ്റികൾ ഫോം ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയും. ഇതൊന്നും ഇവർ പരസ്യമായിട്ട് അലക്കേണ്ട കാര്യവും ഇല്ല. പരസ്യമായി അലക്കും തോറും BJP-യിലുള്ള വിശ്വാസ്യത കുറയും. ഒന്ന് ആലോചിക്കണം, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന് അതിലൂടെ ചെറിയൊരു മുന്നേറ്റം കുറിച്ചു കഴിഞ്ഞാൽ NDA മുന്നണി വിപുലീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആക്കം കൂട്ടിയെടുക്കാനുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. വികസിത കേരളം എന്ന സങ്കല്പവുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ അനവരതം പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഓരോ ഭാഗത്തു നിന്ന് ഓരോരുത്തരെ കൂട്ടിച്ചേർക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിൽ വ്യക്തമായ ഗൈഡ് ലൈൻ ഇദ്ദേഹത്തിന് കൊടുക്കാൻ ഉണ്ടാകണം ആരെങ്കിലും.
അത് തെറ്റായ വഴികളിലൂടെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പിസം ഒക്കെ ഉടലെടുക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് വിഭാഗീയത കളിച്ചിരുന്നവരെല്ലാം പത്തി മടക്കി ഈ കുടക്കീഴിൽ ഒന്നിച്ചവരാണ്. പിന്നെ എന്തിനു വേണ്ടി ഇത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് ഇദ്ദേഹം ഇടയ്ക്ക് പറയുകയുണ്ടായി. സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവിടെ CPM അടിയറവ് വയ്ക്കുക എന്നൊന്നും അല്ല അർത്ഥം. അവിടെ BJPക്ക് വലിയ ഹോൾഡില്ല. എന്തിനു പോയി അവിടെ പണവും എനർജിയും കളയുന്നു എന്നുള്ളതാണ്. കച്ചവടക്കാരൻ്റെ മനസ്സാണ്. 5 പൈസ അങ്ങോട്ട് ഇടുമ്പം അല്ലേ 95 പൈസ ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വെറുതെ എന്തിനവിടെ പോയി പണം ചെലവഴിക്കുന്നു? BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ത്രികോണ മത്സര പ്രതീതി ജനിപ്പിക്കണം. അതിന് വേണ്ടതായ ചെലവുണ്ട്, പണം മുടക്കണം. അതെന്തിനാണെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈൻ വേറൊരു വഴികളിലൂടെ ആയതുകൊണ്ടാണ് അത്തരത്തിൽ പോയത്. പക്ഷേ രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാക്കണം. അതുകൊണ്ട് എന്ത് പറ്റി? അണികളിലൊക്കെ ഒരല്പ ആവേശം ഒന്ന് കുറഞ്ഞു. മറിച്ച് ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രവർത്തനം തുടങ്ങിയാൽ വിജയിക്കില്ല, അത് ഉറപ്പാണ്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാം. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്? 2021 ഇവിടെ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം ഈ BJPയുടെ വിജയസാധ്യത നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. 2024 19 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രത്തോളം വോട്ട് വിഹിതം വർദ്ധിച്ചു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ എത്ര വോട്ട് കിട്ടി? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ഡലങ്ങളെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. ജയ ഉറപ്പായിട്ടുള്ള മണ്ഡലം, ജയസാധ്യതയുള്ള മണ്ഡലം ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് ഏതാണ്ട് 11 വിജയ ഉറപ്പ്, 9 വിജയസാധ്യതയുണ്ട്. ഒന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാം. ആ അധ്വാനത്തിലേക്ക് പോകാതെ ഇത്തരത്തിലുള്ള ഒരു കലഹത്തിലേക്കും ഗ്രൂപ്പിസത്തിലേക്കും പോയി കഴിഞ്ഞാൽ അത് വീണ്ടും താഴോട്ട് പോകാൻ 2016 നേമത്ത് നേടിയ വിജയമുണ്ട്. ആ വിജയം എന്തുകൊണ്ട് ഇവർക്ക് 2021 ആവർത്തിക്കാൻ കഴിയാതെ പോയി? ഇവിടുത്തെ ഈ ഒടുക്കത്തെ ഗ്രൂപ്പിസമാണ്. 2021 പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? BJPക്ക് വലിയ മുന്നേറ്റം കുറിക്കാൻ ജയസാധ്യതയുള്ള മണ്ഡലം പോലും ആയിരുന്നല്ലോ പാലക്കാട്. പാലക്കാട് A ക്ലാസ് മണ്ഡലത്തിൽ വരുന്നതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ E ശ്രീധരൻ അവിടെ വിജയത്തോടടുത്തതാണ്. ഷാഫി പറമ്പിലുമായിട്ട് മത്സരിക്കുമ്പോൾ വിജയത്തോടടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഇടം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ താഴേ തട്ട് മുതൽ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ടുവരാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കും എന്നുള്ളത് ഓർക്കണം. BJP കേന്ദ്ര നേതൃത്വത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും കേരളവും ഒക്കെ തന്നെ നോട്ടമിടുന്നതാണ്. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങളെ മുഴുവൻ കാര്യമായിട്ട് ഉൾക്കൊള്ളുക, എന്നിട്ട് അത് പരിഹരിച്ച് പാർട്ടി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുകയുള്ളൂ.